യുഎസിൽ വീണ്ടും കുടിയേറ്റ പരിശോധനയ്ക്കിടെ കൊലപാതകം. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 37കാരൻ മരിച്ചു. ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച യുവാവാണ് കൊല്ലപ്പെട്ടത്. ഒരു മാസത്തിനിടെ സമാനമായ രീതിയിൽ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണിത്. സേനയ്ക്കെതിരെ ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, നേരത്തെയും ഇത്തരം സമാന സംഭവങ്ങൾ യുഎസിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സിറ്റിസണായ ഒരാൾ തന്നെയാണ്. സ്വാഭാവികമായും വലിയ പ്രതിഷേധമുണ്ടാകും. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണോ? ഇതിനോട് ഭരണകൂടത്തിൻ്റെ പ്രതികരണം എന്താണ്? രഞ്ജിത്ത്, നിലവിൽ അമേരിക്കയിൽ നടക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇമിഗ്രേഷൻ നടപടി എന്നാണ് ട്രംപ് ഭരണകൂടം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു മാസം മുതൽ തന്നെ നടപടികൾ ആരംഭിച്ചിരുന്നു. മിനിയാപോളിസ് നഗരം കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഈ കുടിയേറ്റ വിരുദ്ധ നടപടികൾ ഏറ്റവും പ്രധാനമായിട്ടും നടക്കുന്നത്. അപ്പോൾ ഈ ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ ആദ്യം മുതൽ തന്നെ പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പോലീസിൻ്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധിച്ച ഒരു യുവാവാണ് നിലവിൽ കൊല്ലപ്പെട്ടത്. 37 വയസ്സുള്ള ഒരു അലക്സ് ജെഫ്രി പ്രട്ടി എന്ന് പറയുന്ന ഒരു യുവാവാണ് നിലവിൽ കൊല്ലപ്പെട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇയാളൊരു ICU നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഇയാൾ കയ്യിലൊരു തോക്കുമായിട്ടായിരുന്നു പ്രതിഷേധിച്ചത്. അപ്പോൾ ഈ സേനാ വിഭാഗം അവിടെ ഈ നഗരത്തിൽ ഈ ഇമിഗ്രേഷൻ നടപടികൾ നിയന്ത്രിച്ചിരുന്ന സേന ഇയാൾക്ക് അരികിലേക്ക് വരികയും ഈ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ കൊലപാതകം നടന്നത്. ദൃക്സാക്ഷികൾ പറയുന്നത് പോലീസ് ഇയാളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി ഇയാൾക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാൽ പോലീസിന്റെ വാദം ഇയാൾ തോക്ക് ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, അത് കാരണമാണ് ഇയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത് എന്നാണ് പോലീസുകാർ പറയുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ മിനിയാപോളിസ് നഗരം മുഴുവൻ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നാഷണൽ ഗാർഡ് സേനയെ ഇതിനോടകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് നേരെ ടിയർ ഗ്യാസും അതുപോലെ ഷെല്ലുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അമേരിക്കൻ പൗരന്മാർ, ഇപ്പോൾ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് പുറമെ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള ആളുകൾ വരെ ഇപ്പോൾ പോലീസിനെതിരെയും അതുപോലെ തന്നെ മറ്റ് സേനകൾക്കെതിരെയും എല്ലാം പ്രതിഷേധിക്കുകയാണ്. അവിടെ മിനിയാപോളിസ് നഗരം ഭരിക്കുന്ന ഗവർണർ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗവർണറാണ്. ടിം വാട്ട്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നിലവിലെ സംഭവത്തിൽ തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈറ്റ് ഹൗസിനോട് ഈ സംഭവത്തിൽ വിശദീകരണം തേടും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ട്രംപ് ഉടൻ തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം തൻ്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് വഴി പോസ്റ്റ് ചെയ്തത് ഈ യുവാവിൻ്റെ കയ്യിലുള്ള തോക്ക് തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ട്രംപ് ഒരു വലിയ വിശദീകരണം തന്നെ ട്രൂത്ത് സോഷ്യൽ രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഈ സേനാ വിഭാഗങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും പുതിയ സംഭവമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാനഡയ്ക്ക് നേരെ താരിഫ് ഭീഷണിയുമായും ട്രംപ് രംഗത്ത് വന്നു. ചൈനയുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ കാനഡയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 100% അധിക ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. നേരത്തെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൈന സന്ദർശിക്കുകയും ബെയ്ജിങ്ങിനെ വിശ്വസ്തനായ പങ്കാളിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ചൈനീസ് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ യൂറോപ്യൻ നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ചൈന കാനഡയെ ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുവെന്നും അതിന് സാഹചര്യമൊരുക്കാൻ അനുവദിക്കില്ലെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.